യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു മാർത്തയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഇന്ന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവിക മഹത്വം കാണുന്ന സീസൺ ഓപ്പൺ ആകാൻ പോവുകയാണ്. ജനുവരിയിലും ഫെബ്രുവരിയിലും കഴിഞ്ഞുപോയി. മാർച്ച് 2025 മാർച്ച് തീരുവാൻ തക്കവണ്ണം പോവുകയാ. ഇതുവരെ ആ ദൈവിക മഹത്വം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പരാതി പറയുന്നെങ്കിൽ ഹല്ലേലൂയ. പൈശാചിക ലോകം ലാസറിനെ കല്ലറയിലാക്കി കല്ല് വെച്ച് അടച്ചു. ഇനി പുറത്തു വരില്ലെന്ന് വിധി എഴുതിയപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ലാസറെ പുറത്തു വരിക. യേശുവിന്റെ ഒരു വാക്കിനാൽ ലാസർ പുറത്തു വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളുടെ നടുവിൽ ആ ദൈവിക ശബ്ദം മുഴങ്ങാൻ തക്കവണ്ണം പോവുക. നിന്റെ വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ, തലമുറയുടെ വിഷയത്തിൽ, വിവാഹത്തിന്റെ വിഷയത്തിൽ, ഏത് വിഷയമായിക്കോട്ടെ, ഓ ഹല്ലേലൂയ, തടസ്സങ്ങളെ മാറി ആ തടസ്സങ്ങൾ മാറി പോകുവാൻ തക്കവണ്ണം പോവുകയാണ്. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? യെസ് ഹല്ലേലൂയ. ആ ദൈവിക മഹത്വം എന്റെയും എന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണെന്ന് വിശ്വാസത്താൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാമോ? പിതാവേ, പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ജീവിതത്തിൽ അവരിന്ന് അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, അതിന്റെ നടുവിൽ ദൈവിക മഹത്വത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവിക ദൂതന്മാർ ഈ വിഷയത്തിൽ ഇടപെടട്ടെ. ദൈവിക മഹത്വം അവരുടെ മേലും അവരുടെ തലമുറകളുടെ മേലും ചലിക്കട്ടെ. പിതാവേ, ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.